ഞാൻ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മെഷറിംഗ് കപ്പ് കൊണ്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർ കൂടുതലാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇരട്ടി അളവ് എടുത്തിട്ട് തയ്യാറാക്കാം. ഇനി ഈ ഗോതമ്പ് പൊടിയിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ്, മെഷറിംഗ് കപ്പ് കൊണ്ട് 1/2 കപ്പ് റവ ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. അതും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് വേണ്ടത് 1/4 കപ്പ് തൈരാണ്. നല്ല കട്ട തൈരാണ്, ഇതിനധികം പുളിയില്ല. അപ്പോൾ നിങ്ങൾക്ക് പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതി. അതല്ല സാധാ നോർമൽ പുളിയാണെങ്കിൽ 1/4 കപ്പ് വരെ ചേർക്കാം. ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഒരിക്കലും മിസ്സാക്കരുത്. മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, 1/4 കപ്പ്. അപ്പോൾ മെൽറ്റ് ചെയ്ത ബട്ടറോ അതല്ലെങ്കിൽ നെയ്യോ ഉപയോഗിക്കാം. ഇതിലേതാണെങ്കിലും ടേസ്റ്റാണ്. പക്ഷേ ഇത് ചേർക്കാതെ ഒരിക്കലും ഈ മാവ് തയ്യാറാക്കരുത്. അപ്പോൾ ഈ മാവിന് തന്നെ ഒരു പ്രത്യേക മണമാണ് ഉണ്ടാവുക. ഇനി ഈ കൂട്ടിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരു ദോശമാവിൻ്റെ പരുവത്തിലാവുന്നത് വരെ ഇളക്കി കട്ടയില്ലാതെ റെഡിയാക്കി എടുക്കണം. മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യിക്കാനായിട്ട് വെക്കാം. അതിനുശേഷം ദോശ ഉണ്ടാക്കി എടുക്കാം. ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കിട്ടിയ അതിലേക്ക് ദോശമാവ് ഒഴിച്ച് നല്ല കനം കുറച്ച് പരത്തിയെടുക്കാം. നല്ല വലിപ്പത്തിൽ വേണമെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് പരത്തിയെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഗോതമ്പ് ദോശ ഇതുപോലെ മൊരിഞ്ഞ് കിട്ടില്ല. പക്ഷേ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയാൽ നല്ല മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ് നിങ്ങൾക്ക് കിട്ടുക, അതും നല്ല ടേസ്റ്റിൽ. ഇനി ഇത് നന്നായിട്ട് കുറച്ചും കൂടി മൊരിയണമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് ഇത്ര മതി. കണ്ടോ, ബാക്ക് ഭാഗമൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. മറിച്ചിടണ്ട, ഒരു ഭാഗം മടക്കി എടുത്താൽ മതി. മറിച്ചിടണം എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ മറിച്ചിടാം കേട്ടോ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സാധാരണ ഗോതമ്പ് ദോശ ടെക്സ്ചറിൽ നിന്നും വളരെ വ്യത്യാസമാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമുക്ക് കിട്ടിയേക്കണത്. ബാക്കിയുള്ള ദോശകൾ മുഴുവൻ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നമ്മൾ ബട്ടറൊക്കെ ചേർത്ത കാരണം വളരെ നല്ല സ്മെല്ലാണ് വരുന്നത്. ആരും ഇത് ഉണ്ടാക്കി നോക്കാൻ മിസ്സാക്കരുത്. ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കണതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വിഭവമായിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വിഭവമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.